ഇനിയുള്ള കാലം ഓർമ്മയിലൂടെ എനിക്ക് ജീവിക്കാൻ, എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ എനിക്ക് മാത്രമായി എന്നുമെന്നും ഓർക്കാൻ. സാറിൻ്റെ കൂടെ ഒരു രാത്രി തരുമോ? വാട്ട്? ഒട്ടും പതറാതെയുള്ള അവളുടെ ചോദ്യത്തിന് മുന്നിൽ പകപ്പോടെ നിൽക്കാനേ അവനായുള്ളൂ. ആയുസ് രാജ്, എല്ലാവരുടെയും ആരാധന കഥാപാത്രം. അവൻ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വിജയങ്ങൾ മാത്രമേ നേടിയിരുന്നുള്ളൂ. ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര ഉയരത്തിലായിരുന്നു അവൻ്റെ വളർച്ച. പക്ഷേ സ്വന്തം ജീവിതത്തിൽ എന്നും അവനൊരു പരാജയമായിരുന്നു. ചരട് വലിക്കുന്നവരുടെ കയ്യിലെ വെറും ഒരു കളിപ്പാവ മാത്രം. നിവി, നീ എന്താ അയാളോട് പോയി ചോദിച്ചത്? അനുപമ. നിവിക്ക് മാത്രം അവളുടെ അന്നമ്മ. ഈ ഭൂമിയിൽ അവൾക്ക് ഞാനും എനിക്കവളും. ഫ്രണ്ടായും സഹോദരിയായും ചിലപ്പോഴൊക്കെ അമ്മയായും അച്ഛനായും തന്നെ കൊണ്ട് നടക്കുന്നവൾ നവിത എന്ന നവിക്ക് കൂട്ടാവാൻ ദൈവം പടച്ചവൾ എൻ്റെ അന്നമ്മ. അന്നമ്മയുടെ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ച് അല്പം മുന്നോട്ട് നടന്നു. ഇവിടുന്ന് അവൾ അറിയാണ്ട് വിടില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി നിന്നോടാ ഞാൻ ചോദിച്ചത്. നിവി, നിന്റെ ഈ ഭ്രാന്ത് എന്ന് കുറയുമടി? അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? കർളെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടക്കവിളിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടു. നോക്കി ഒന്ന് ദഹിപ്പിച്ചിട്ട് അന്നമ്മ ഫ്ലാറ്റിൻ്റെ ഡോർ തുറന്ന് ചാടിത്തുള്ളി കിച്ചണിലോട്ട് ഓടി. ചിരി വന്നു പോയി പെണ്ണിൻ്റെ പൂക്ക് കണ്ടിട്ട്. അന്നമ്മേ, നല്ല കടുപ്പത്തിൽ ഒരു കോഫി കിട്ടുമോ? ഭയങ്കര തലവേദന. അല്പം കൂവി പറഞ്ഞിട്ട് റൂമിൽ നിന്ന് കിച്ചണിലോട്ടൊന്ന് ഒളിഞ്ഞു നോക്കി. ഈ തലവേദന കഴിഞ്ഞ 4 കൊല്ലമായിട്ട് മോൾക്കുള്ളതല്ലേ? അതിന് മരുന്ന് എൻ്റെ കയ്യിലില്ല. നബിമോളെ, നിന്റെ ആയുസിനോട് ചോദിക്കായിരുന്നില്ലേ? മറുപടിയും വന്നു. ചോദിച്ചിട്ടുണ്ട്, കിട്ടുമെന്ന് അറിയില്ലടി. അവൾ കേൾക്കാത്ത പോലൊന്ന് പറഞ്ഞു പോയി. എന്നാടി, നല്ല തലവേദന ഉണ്ടോ? ഹോസ്പിറ്റൽ പോണേ? വിക്സ് പുരട്ടി തരട്ടെ ഞാൻ? കോഫി കൊണ്ടു തന്നിട്ട് അന്നമ്മ തുടങ്ങി വെപ്രാളം. ഞാനൊന്ന് കണ്ണുറുക്കി ചിരിച്ചതും ദേ വീണ്ടും മുഖം വീർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എന്തിഷ്ടമാണെന്ന് എൻ്റെ അന്നമ്മ. നവി, എനിക്ക് പേടി കൂടുന്നുടി നിന്റെ ഈ പോക്ക് കണ്ടിട്ട്. അവരൊക്കെ വലിയ ആൾക്കാരല്ലടി. നമ്മളെ ഒന്നും അവർ കാണുന്നുകൂടി ഉണ്ടാകില്ല. കണ്ടാൽ തന്നെ ലക്ഷങ്ങളോളം വരുന്ന ആരാധകരിൽ ഒരാളായി പോകും നീയും നിന്റെ സ്നേഹവും. അയാൾ നല്ല ആളാണെന്നൊക്കെയാ കേൾക്കുന്നത്. പക്ഷേ നിന്റെ സ്നേഹം അത് അയാൾ അംഗീകരിക്കുമോ? അന്നമ്മയുടെ ആദി സ്വാഭാവികം. എനിക്ക് നീ മാത്രമുള്ളൂ. കുഞ്ഞിലെ മഠത്തിൽ വെച്ച് നിന്നെ കൂട്ടുകിട്ടിയാൽ പിന്നെ എനിക്ക് ആരേലും ഉണ്ടെന്നൊരു തോന്നലുണ്ടായത്. അപ്പോൾ എനിക്കോ നീയല്ല എനിക്കുമുള്ളൂ എൻ്റെ അന്നമ്മേ. അതിനിപ്പോൾ നമ്മൾ പുറത്തല്ലേ? വേറെ ചിലരൊക്കെയല്ലേ ഈ കുഞ്ഞു ഹൃദയത്തിനുള്ളിൽ. എൻ്റെ കുശുമ്പത്തി പെണ്ണേ, നീ പറഞ്ഞ പോലെ ആയുസ് എൻ്റെ സ്നേഹം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ ഞാൻ സ്നേഹിച്ചു പോയില്ലടി. കയ്യെത്താ ദൂരത്താണെന്നറിയാം. എങ്കിലും ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതി എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അന്നമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. പക്ഷേ എൻ്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ മതിയായിരുന്നു അവൾക്കെന്നെ മനസ്സിലാക്കാൻ. വിഷമിക്കില്ലടാ, നിന്റെ കൂടെ ഞാനുണ്ടാകും എന്നും എപ്പോഴും. എന്നെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ ഒപ്പി അവൾ ഹാളിലേക്ക് നടന്നിരുന്നു. അറിയാം എനിക്ക് ആരൊക്കെ ഇല്ലെങ്കിലും. ആയുസ്, അന്നമ്മ പറഞ്ഞ പോലെ 4 വർഷം ആ പേര് മാത്രമേ എൻ്റെ ചെവിയിലുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഒരു ക്രസ് ആയിട്ടേ കരുതിയുള്ളൂ. പക്ഷേ പോകെ പോകെ ആ മനുഷ്യനോട് തോന്നുന്ന ഒടുക്കത്തെ പ്രേമത്തിൽ
ഉറക്കം പോലും അന്യമായി തുടങ്ങിയിരുന്നു. ഒരു ഡോക്ടറാണെന്ന് അറിയുന്നതിന് മുന്നേ അങ്ങേര് എൻ്റെ ചങ്കിൽ കയറി കൂടിയാണെന്നും ഞാൻ ആരോട് പറയാനാണ്? ആരാ എന്നെ ഒന്ന് വിശ്വസിക്കുക? അന്നമ്മ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ സ്റ്റാറിനോട് തോന്നുന്ന ആരാധന ആയിട്ട് ആരും വിലയിരുത്തൂ. ആ ആള് പോലും അതുകൊണ്ട് തന്നെ ആശിച്ചു കൊതിച്ച് ഒന്നടുത്തു. കണ്ടപ്പോൾ പ്രണയമാണെന്ന് പറയാൻ നാവ് പൊന്തിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എൻ്റെ ഇഷ്ടം? നേഴ്സിംഗ് പഠനകാലം കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ജോലി ആയതും മഠത്തിൽ നിന്നെല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാനും അന്നമ്മയും ഇങ്ങോട്ട് വണ്ടി കയറി. ഒന്ന് സെറ്റിൽഡാകാൻ കുറച്ച് സമയം വേണ്ടി വന്നതൊഴിച്ചാൽ എനിക്കും അന്നക്കൊച്ചിനും പിന്നീട് ഇങ്ങോട്ട് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഒരു ദിവസം അന്നമ്മയും കൂട്ടി അടുത്തുള്ള മാളിൽ ഒന്ന് ചുറ്റാൻ ഇറങ്ങി. എവിടെ പോയാലും ഞാൻ അന്നമ്മയുടെ കയ്യിൽ പിടിവിടില്ല. ആൾക്കൂട്ടം കണ്ടാൽ അവൾ എന്നെ ഒന്നുകൂടി മുറുകി പിടിക്കും, ഒരു അമ്മയുടെ കരുതൽ പോലെ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ എനിക്കെൻ്റെ അന്നമ്മയെ എത്രയ്ക്കിഷ്ടമെന്ന്? ഡ്രസ് സെലക്ട് ചെയ്ത് നിന്ന് അന്നമ്മ നോക്കി ഞാനൊന്ന് തിരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്തിലോ ചെന്ന് ഞാനൊന്ന് ഉമ്മ വെച്ചു പോയി. എന്തൊരു മണമായിരുന്നെന്നോ! കണ്ണുകൾ രണ്ടും ഇറുകി പൂട്ടി എനിക്ക് ആവുന്നത്ര ഞാൻ മൂക്കിലേക്ക് വലിച്ചെടുത്തു. പോരാ, എനിക്ക് ഇനിയും വേണം. ഹോ! മത്ത് പിടിച്ച് കിറുങ്ങി ഞാനൊന്ന് പുറകിലേക്ക് മലർന്നുപോയി. ഇടുപ്പിൽ പിടിമുറുകി രണ്ട് ബലിഷ്ഠമായ കൈകളെന്നെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ഹൈ, ആർ യു ഓക്കെ? പരുക്കമായ ഗംഭീരമുള്ള ശബ്ദം എൻ്റെ നെഞ്ചിൽ വന്നടിച്ച പോലെ തോന്നി. എനിക്ക് വീണ്ടും അത് കേൾക്കാൻ തോന്നുന്നു. എൻ്റെ ഇടുപ്പിലേക്ക് കണ്ണുകൾ താഴ്ത്തി ഞാൻ രണ്ട് കൈയിലുമായി എഴുന്നു നിൽക്കുന്ന ആ നീല ഞരമ്പുകൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ വിടർന്നുപോയി. മുരട് അനക്കുന്ന ശബ്ദം കേട്ടു. തല ഉയർത്തി ഒന്ന് നോക്കി. എൻ്റെ ദൃഷ്ടി ആ കഴുത്തിലെ പിടച്ചു ചാടുന്ന ഞരമ്പുക്ക് തന്നെ ഞാൻ പതിപ്പിച്ചു വെച്ചു. അതിൻ്റെ ചലനം എന്നെ വല്ലാതെ അശക്തിയിൽ ആഴ്ത്തുന്നതായിരുന്നു. ചെവി കൊട്ടി അടഞ്ഞതുപോലെ. ആ പരുക്കൻ ശബ്ദത്തിനു വേണ്ടി ഞാൻ എൻ്റെ കാതുകളെ കൂർപ്പിച്ചു വെച്ചു. സമൃദ്ധമായ മുടി നിറഞ്ഞു കിടക്കുന്ന ആ മുഖത്തേക്ക് തന്നെ ഞാൻ ഉറ്റുനോക്കി. വയലറ്റ് നിറമുള്ള ആ ചുണ്ടുകൾ പകുതിയും മീശയും താടിയും പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഹായ്! വീണ്ടും ഒരു ശബ്ദം. എൻ്റെ ഹൃദയം പെരുമ്പാറ മുഴക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ ചത്തുപോകും പോലെ. മൂക്കിലൂടെ ചൂടുകാറ്റ് പോകുന്നു. ഒന്നും കൂടി ശ്വാസം ആഞ്ഞു വലിച്ചെടുത്തു. ദേ വീണ്ടും ആ ഗന്ധം. എൻ്റെ നാഡിഞരമ്പുകൾ വലിഞ്ഞു മുറുകി. സംശയത്തോടെ ആ പിരികം മുകളിലേക്ക് ഉയർന്നു. നെറ്റിവരെ നിറഞ്ഞ നീണ്ട മുടിക്കുള്ളിൽ പോയൊളിച്ചു. എനിക്കത് കാണണം. മുടി പുറകിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കാനായി ഞാൻ എൻ്റെ കൈയൊന്ന് ഉയർത്തി. പെട്ടെന്നൊരു പടക്കം പൊട്ടി. ഇല്ല, ഞാൻ നോക്കില്ല. എനിക്ക് മുഖം മാത്രം കണ്ടോണ്ടിരുന്നാൽ മതി. ബലത്തോടെ അടുത്ത നിമിഷം എന്നെ ആരോ പിടിച്ച് തിരിക്കുന്നു. ദേ അന്നമ്മ! ഇവളെന്തിനാ എന്നെ കണ്ണും തള്ളി നോക്കുന്നേ? അതിന് ഇപ്പോൾ എന്തുണ്ടായി? നിവി മോളെ, ആ സാറിൻ്റെ കയ്യിൽ നിന്ന് വിട്. അവർ പോകട്ടെ. പല്ല് കടിച്ച് പിടിച്ച് എന്നെ വലിച്ചോണ്ടാണ്. കൂട്ടത്തിൽ എൻ്റെ കൈയും ബലമായി പിടിച്ച് സൈഡിലേക്ക് എന്നെയും കൊണ്ട് മാറി നിന്നു അവൾ. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ മനുഷ്യനും പുറകെ ഒരു ലോഡ് ജാഥയും നടന്നു നീങ്ങി. ഞാൻ മാത്രം ആ വഴിയിലോട്ട് നോക്കി നിന്നു. അയാൾ പോയി മറയും വരെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എൻ്റെ പ്രിയപ്പെട്ടതെന്തോ എന്നിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് പോയതുപോലെ നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ സന്തോഷം കെട്ടടങ്ങി. കരച്ചിൽ വരുന്നു. തൊണ്ടക്കുഴി വിങ്ങുന്നു. എനിക്കെന്താ പറ്റിയേ അറിയില്ല. ഞാൻ ചുറ്റും നോക്കി. അന്നമ്മ എന്നെ തന്നെ ഒറ്റ പിരികം പൊക്കി കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു.
നീ ഈ ലോകത്തൊന്നുമല്ലേ എൻ്റെ നിവി? അത് ഡി ഞാൻ ആ പോയത് ആരാണെന്നറിയോ നിനക്ക്? അവർ പോയ വഴിയെ നോക്കിയാണ് മിച്ചു. ഞാൻ ഇല്ലെന്ന് ചുമൽ കൂച്ചി. ഹേ, ഇവൾക്കറിയോ ആരാണെന്ന്? എടി അത് ഏതോ സിനിമ നടനാടി. ഇവിടെ പറയണ കേട്ടു. അന്നമ്മ കൂസലില്ലാതെ പറഞ്ഞ് എന്നോണം വലിച്ചോണ്ട് ഫുഡ് കോർട്ടിലേക്ക് നടന്നു. സിനിമ നടനോ? ഞാൻ വിശ്വാസം വരാതെ പിന്നെയും ചോദിച്ചു. ഹാൻ ആയുസ് രാജ് എന്ന അവിടെ കേട്ടത് ഏജാന്ന ഫാൻസുകാർ വിളിക്കുന്നതെന്ന്. ഭയങ്കരം സൂപ്പർ സ്റ്റാർ ആടി. വില്ലൻ ക്യാരക്ടർ ചെയ്ത് പുള്ളി ഇത്രയ്ക്ക് ടോപ്പിലെത്തിയതെന്ന്. ആ മനുഷ്യനെയാ നീ വിടാതെ കെട്ടിപ്പിടിച്ചു വെച്ചത്. ഹാ, നിനക്ക് എന്താ പറ്റിയേ നബിമോളെ? തലവേദനയുണ്ടോ? എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയെന്ന് കരുതി തലയിൽ തൂത്തോണ്ടാണ്. വെയിറ്റ്, ഞാൻ കെട്ടിപ്പിടിച്ചെന്നോ? എപ്പോ? മുമ്പേ. അല്ല, അത് ഞാൻ. ഹോ, നീ ഇനി അതോർത്ത് തലവേദന കൂട്ടണ്ട എൻ്റെ നിബി. വീയാൻ പോയപ്പോൾ പിടിച്ചതല്ലേ ഞാൻ. അത് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. അല്ല, നിന്നെയും കുറ്റം പറയാൻ ഒക്കുവോ? അങ്ങേര് ആരാണെന്ന് നമുക്ക് എങ്ങനെ അറിയാനാ? ഹാ, നീ നടക്ക് ഇങ്ങോട്ട്. അതും പറഞ്ഞ് അവൾ എന്നും വലിച്ചോണ്ട് നടന്നു. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. മഠത്തിൽ TV കാണുന്ന ശീലമൊന്നും പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് എടുത്തപ്പോഴും ഇതുവരെയും ഞങ്ങളിതിന് സമയം കളഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ ആൾക്കാരൊക്കെ അറിയാനാ? എന്തായാലും അന്നത്തെ സംഭവത്തിന് ശേഷം ഒന്നു മാത്രം മനസ്സിന് പോയില്ല. ആ പരുക്കൻ ശബ്ദവും ആ ആളും. ആദ്യമൊന്നും പിടികൊടുത്തിരുന്നില്ലെങ്കിലും കൂടി ദിവസം ആയുസിൻ്റെയും ഇൻ്റർവ്യൂകളും ബയോഗ്രാഫിയും പുതിയ പുതിയ ന്യൂസുകളും കാണാനതെനിക്ക് ജീവിക്കാൻ വയ്യാണ്ടായി. സിനിമ കാണാത്തതെന്താണെന്നോ അല്ലേ ആലോചിക്കുന്നത്? പേടിയാ എനിക്ക്. ആള് എന്തേലും നായികമാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെയൊരു ദുർബല ഹൃദയമായിപ്പോയി. അന്നമ്മ ഇടയ്ക്ക് പറയും എൻ്റെ പിരി പോയെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് സത്യവും. പക്ഷേ ഞാൻ കാട്ടുന്ന വെപ്രാളവും ഭ്രാന്തും അതാ മനുഷ്യനെ ഒന്ന് കണ്ട് മനസ്സിൽ പതിപ്പിക്കാനാണെന്ന് ആ പരുക്കൻ ശബ്ദമെൻ്റെ നെഞ്ചിൽ നിറക്കാനാണെന്നും എനിക്ക് മാത്രം അറിയാമായിരുന്നുള്ളൂ. ഒടുക്കം വഴക്ക് പറഞ്ഞ് സഹികെട്ട് അന്നമ്മ കണ്ടുപിടിച്ചു എനിക്ക് പ്രണയമാണെന്ന്. ആയുസ് രാജിനോട്. അല്ല, എൻ്റെ രാജിനോട്. അങ്ങനെ എൻ്റെ വീട്ടിന് മനസ്സില്ലാ മനസ്സോടെ അന്നമ്മയും കൂടി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അതുൽ. അവൻ നമ്മുടെ രാജ് ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ലെവനെ സോപ്പിട്ട് ചാക്കിട്ട് സകലമാന ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഞാനും അന്നമ്മയും കറങ്ങി. പ്രാണനാഥനെ കണ്ട് സായുജ്യം അടഞ്ഞു. ഒരു ദിവസം അതുലിൻ്റെ കാല് പിടിച്ച് ആയുസിൻ്റെ കൂടെ നിന്ന് സെൽഫി ചാൻസും ഞാൻ ഒപ്പിച്ചു. കൂട്ടത്തിൽ എന്തെങ്കിലും 2 വാക്ക്. അന്നമ്മ പോലും കൂട്ടിയില്ല. അവളുണ്ടായിരുന്നേ എപ്പോൾ എനിക്ക് അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതുലിൻ്റെ കൂടെ നിർത്തിയിട്ട് ഞാൻ ആളുടെ അടുത്തേക്ക് ചെന്നു. എന്നെ കൊല്ലാതെ കൊല്ലുന്ന ആ മണം. ഓ, കിറങ്ങിപ്പോകാതെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ഫോണും പിടിച്ച് ആളോടൊപ്പം നിന്നു. എനിക്ക് ഭയങ്കര നീളമായതുകൊണ്ട് ആയുസ് തന്നെ ഫോൺ പിടിച്ച് മേടിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഈശ്വരാ, എൻ്റെ ഫോണിനെ തൊട്ട് ഇനി ജീവിതത്തിൽ ഞാൻ അത് തുടക്കില്ല. നോക്കിക്കോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. 2-3 ഫോട്ടോ എടുത്തു. ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി. പറ്റുന്നില്ല. സങ്കടം വരുന്നു എനിക്ക്. വിധിച്ചിട്ടില്ലല്ലോ. മനസ്സ് അലമുറയിട്ടു. ഇത്രയും അടുത്ത് നിന്നിട്ട് ഒരു വാക്ക് മിണ്ടാതെ പോയാൽ? ഇല്ല, പറ്റില്ല സാർ, എനിക്കൊരു കാര്യം പറയാൻ. ആളുടെ പിരികം ചുളിഞ്ഞു. പറഞ്ഞോളാൻ സമ്മതം കിട്ടി. എൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി നിൽക്കുന്നു. ഈശ്വര, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ യോഗ്യത.
മനസ്സിൽ പിടിവലി നടക്കുന്നു. പക്ഷേ നിങ്ങളില്ലാതെ എനിക്ക് വയ്യെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഓരോ നിമിഷവും നഷ്ടപ്പെടുമോ എന്നോർത്ത് ഞാൻ ഉരുക്കിത്തീരുവാണെന്ന് എങ്ങനെ പറയും? ആളുടെ ഓർമ്മകളിലെങ്കിലും ഈ നിവിതയ്ക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊതിയോടെ ഒന്നോർത്തുപോയി. രണ്ടും കൽപ്പിച്ച് ശ്വാസം വലിച്ചു വിട്ടു. ഇനിയുള്ള കാലം ഓർമ്മകളിലൂടെ നിനക്ക് ജീവിക്കാം എൻ്റെ മനസ്സിൽ. സൂക്ഷിക്കാം എനിക്കു മാത്രമായി എന്നെന്നും ഓർമ്മിക്കാൻ. സാർ എൻ്റെ കൂടെ ഒരു രാത്രി എനിക്ക് തരുമോ? വാട്ട്? അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. നിർബന്ധിക്കില്ല. ഞാൻ ഒരു അവകാശങ്ങളും ചോദിച്ച് വരികയുമില്ല. കാത്തിരിക്കും. എന്നെങ്കിലും എന്നെ ഓർക്കുകയാണെങ്കിൽ. കയ്യിലെ അഡ്രസ്സ് എഴുതിയ കാർഡ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് മറ്റൊന്നും ചിന്തിക്കാൻ ആകാതവൾ തിരികെ നടന്നിരുന്നു. അന്ന് പോന്നതിൽ പിന്നെ ഇതുവരെ അദ്ദേഹത്തെ ഞാൻ ശല്യം ചെയ്തിട്ടില്ല. എങ്കിലും ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് കാണും. എൻ്റെ മനസ്സിൽ പതിപ്പിച്ചു വെക്കും ആ മുഖവും ആ സ്വരവും. അവളുടെ മനസ്സിൽ തന്നോട് ഫീലിംഗ് ചെയ്യുന്നവരോട് കൂട്ടത്തിൽ പുതിയ ഒരാൾ കൂടി ആയി മാറിയിരിക്കാം ഞാനും. ആഴ്ചകൾ കടന്നുപോയി. എൻ്റെ മനസ്സ് മാത്രം മാറിയില്ല. ഒരിക്കലും നടക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും കൂടി ഞാൻ പിന്നെയും അയാളെ തന്നെ ഓർത്തു ജീവിച്ചു. പോകെ പോകെ എൻ്റെ പോക്ക് കണ്ട് അന്നമ്മക്ക് പേടിയായി. സമയത്തിന് ആഹാരമോ വെള്ളമോ കുടിക്കാതെ പല രാത്രികളിലും ഉറക്കം പോലുമില്ലാതെ കുത്തിയിരുന്നു ഞാൻ. ആ മുഖം മാത്രം ഓർത്തിരിക്കും. അന്നമ്മ കരഞ്ഞു കൂവി. ആളെ കാണാൻ പോകൽ നിർത്തി. ഞാനൊരു ഭ്രാന്തിയെ ആയി പോകുമെന്ന് പേടി കാണും പാവം. പിന്നീട് ആ മുഖം പോലുമെന്ന് കാണാൻ അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. എന്നെ ഓർത്ത് വിഷാദം നിറയുന്ന അവളുടെ കണ്ണുകൾ ഓർക്കെ അതൊക്കെ ഞാൻ അനുസരിക്കാൻ തുടങ്ങി. ഒരു കണക്കിന് അതെനിക്കൊരു ആശ്വാസമായിരുന്നു. കാണുമ്പോൾ വേണമെന്ന് മനസ്സ് കിടന്ന് തുടിക്കും. എങ്കിലും എൻ്റെ മനസ്സ് നിറയെ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളുടെ കൂടെ അന്നെടുത്ത ഫോട്ടോസ് എല്ലാം മനോഹരമായി ഞാൻ ഫ്രെയിം ചെയ്ത് ചുവരിൽ തൂക്കിയിരുന്നു. ഇപ്പോൾ അവിടെ ശൂന്യമായിരുന്നു. അത് കാണുമ്പോൾ എൻ്റെ അവസ്ഥ കൂടുമെന്ന് പേടിച്ചായിരിക്കും അന്നമ്മ അതെല്ലാം എടുത്ത് അടുത്ത റൂമിൽ വെച്ചു പൂട്ടി. അന്നമ്മ ഇല്ലാത്തപ്പോൾ അലറിക്കരഞ്ഞും കണ്ണീർ വാർത്തും ഞാൻ എൻ്റെ സങ്കടം ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും കൂടുക മാത്രമാണ് ചെയ്തത്. ആ കണ്ണുകൾ എന്നെ വേട്ടയാടും പോലെ. അങ്ങനെയിരിക്കെ റൈഡ്സിന് പോയ അന്നമ്മ തിരിച്ചു വന്നപ്പോൾ ദേ മൂക്കും കവിളുമൊക്കെയും ചുമന്നിരിക്കുന്നു. കരഞ്ഞുകൊണ്ടെന്ന് വ്യക്തം. ആളെന്നെ നോക്കിയ നോട്ടത്തിൽ നിന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ദേഷ്യം വന്നു. എൻ്റെ കണ്ണ് കാണാൻ മേലാഞ്ഞപ്പോൾ അവളുടെ കയ്യും വലിച്ച് ഞാൻ ഒരു ക്യാമ്പിൽ തള്ളി തുറന്ന് അകത്തു കയറി. നെവിൻ പോൾ. അകത്ത് ആരേലുമുണ്ടെന്ന് കൂടി നോക്കാൻ പോലും എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. കർട്ടൻ ഇട്ട് മറച്ചിരിക്കുന്നതിനുള്ളിൽ നിന്ന് വന്ന് വാഷ് ബേസിനിൽ കൈ കഴുകി തിരിഞ്ഞ് അയാളെ ഞാനൊന്ന് തുറപ്പിച്ചു നോക്കി. അന്നമ്മ മുഖവും താഴ്ത്തി കിടുകിടാ നിന്ന് വിറക്കുവാണ്. ഇങ്ങനെ ഒരെണ്ണം. ഡോ, തന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞിട്ടുള്ളത് ഇവളെ ശല്യം ചെയ്യരുതെന്ന്? ഹാ, ഇതൊരു നമ്മുടെ നെവിൻ കൊച്ചല്ലേയോ? ആ, അപ്പോഴേക്കും ഗാർഡിയൻ കുട്ടി എന്നെ തല്ലാൻ വന്നതാ? ആണോ അന്നക്കൊച്ചെ? അന്നമ്മ നോക്കി സൈറ്റടിച്ചുകൊണ്ടാണ്. വേണ്ട നെവിൻ മോളെ, നമുക്ക് പോകാം വാ. അന്നമ്മ തുള്ളൽപ്പനി വന്ന കണക്ക് എന്നോണം വലിച്ചുകൊണ്ട്. അതിനിടയ്ക്ക് കർട്ടൻ്റെ മറവിൽ നിന്ന് ആരോ ഇറങ്ങി വരുന്ന പോലെ തോന്നി. ഞാൻ നോക്കാനൊന്നും പോയില്ല. എൻ്റെ വിഷയം ഇപ്പോൾ അതല്ലല്ലോ. തനിക്കെന്താടോ, ചെവി കേൾക്കില്ലേ? എൻ്റെ ജോലി പോയാലും വേണ്ടില്ല എൻ്റെ അന്നമ്മയെ ശല്യം ചെയ്യുന്നത്. പലതവണ ഞാൻ വാണിംഗ് തന്നു. തനിക്ക് കിട്ടിയതൊന്നും പോരെ അല്ലേ? നിവി, ഇങ്ങോട്ട് വാ. വഴക്കിടല്ലേ. ദേ പിന്നെ ഞാൻ ഇവിടെ കാര്യമായിട്ട് ക്ലാസ് എടുക്കുന്നു. അങ്ങേര് ദേ അതിനിടയ്ക്ക് അന്നമ്മക്ക് ഫ്ലൈയിങ് കിസ് പറഞ്ഞു വിടുന്നു.
ഡോ ഡോ അന്നമ്മേ, നീ പോക്കോ, ഞാൻ വന്നോളാം. അത് നബീമോളാ. പൊക്കോ, ഞാൻ വരാന്ന്. അന്നമ്മ ഉന്തി തള്ളി വിട്ടിട്ട് ഞാൻ ചെന്ന് ഡോർ അടച്ചു. ഒരു നിമിഷം ഞാൻ ശ്വാസം ആഞ്ഞൊന്ന് വലിച്ചെടുത്തു. എൻ്റെ നെഞ്ച് ഒന്ന് മിടിക്കാൻ മറന്നോ? പരിചിതമായ ഗന്ധം അലയാൻ പിടഞ്ഞെഴുന്നേറ്റ മനസ്സിനെ ഞാൻ അടക്കി നിർത്തി. ഇതൊന്നും എനിക്ക് തോന്നുന്ന വട്ടു തന്നെയാ എന്ന് അങ്ങ് ഉറപ്പിച്ചു. ഞാൻ എവിടെ പോയാലും ആ ഗന്ധം മാത്രം. സ്വയം തലക്കൊന്ന് കഴുകി ഡോക്ടറിനടുത്തേക്ക് തന്നെ നടന്നു. ഡോ പൊളച്ചാ, തന്നോട് ഞാൻ എന്നാ പറഞ്ഞു വിട്ടേ? തഞ്ചത്തിൽ നിന്ന് ലവളെ വളച്ചെടുക്കാനല്ലേ? തന്നോട് കയറി അവളെ ഉമ്മ വെക്കാൻ ആരോടാ പറഞ്ഞത്? അങ്ങേരുടെ തൊളി നോട്ടമൊന്ന് കൊടുത്ത്. അല്ല പിന്നെ, എൻ്റെ നവീൻ കൊച്ചേ, അതിന് പറഞ്ഞ കേൾക്കണ്ടേ? ഓ, മനസ്സായിരിക്കും അല്ലേ? ഹാ, ഇനി താമസിക്കണ്ട. പൊളിച്ച അമ്മച്ചിയെ കൂട്ടി മഠത്തിലൊന്ന് പോകണം നിങ്ങൾ. വേറെ ആരാ ചോദിക്കാനും പറയാനുമുള്ളത്? നീയില്ലേ പെണ്ണെ, എൻ്റെ അന്നക്കൊച്ചിനെ പ്രാണനല്ലേ നീ? എൻ്റെ തലയിൽ തലോടിയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു. പാവമാ എൻ്റെ പൊളച്ചൻ. എൻ്റെ അന്നമ്മെ പോലെ അവളോട് ഇഷ്ടം തോന്നിയപ്പോൾ ഇങ്ങേര് ആദ്യം വന്ന് ചോദിച്ചത് എന്നോടാ. എനിക്കെൻ്റെ ചേട്ടായിയെ തന്നേയ. ഈ മനുഷ്യനെ പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ എൻ്റെ അന്നമ്മ കൊടുക്കാൻ എനിക്ക് 100 വട്ടം സമ്മതമായിരുന്നു. എൻ്റെ അന്നമ്മയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നതെല്ലാം ബെസ്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതിൽ കൂടുതൽ ഇനി ആരെയാ കിട്ടുക? എന്നാ കൊച്ചെ, ഇത്രയും പെട്ടെന്ന്? അവളെ എന്നെ ഏൽപ്പിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ട് എന്നാ എത്ര പെട്ടെന്ന്? ഒന്നുമില്ലെന്നേ. തല കുനിഞ്ഞുപോയി. എൻ്റെ ഭ്രാന്തിൽ നിന്ന് അവളെ എങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഹാ, ഞാൻ അമ്മച്ചിയോട് പറയാം കൊച്ചേ. അല്ല, ഞാൻ മറന്നു. ദേ, നിനക്കുന്ന ആളെ അറിയോ? നവീൻ കൊച്ചേ. നിനക്ക് അതാരാപ്പം? പൊള്ളച്ചൻ ചൂണ്ടിയടുത്തേക്ക് ഒന്ന് ഞാൻ നോക്കിയേയുള്ളൂ. എൻ്റെ തൊണ്ട വരണ്ടു പോയി. ആയുസ് വീയാതിരിക്കാൻ ഞാൻ ആ ടേബിളിലേക്ക് ചാരി നിന്നുപോയി. എൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. ഏങ്ങൽ അടക്കാൻ ചുണ്ടു കടിച്ചു പിടിച്ചു. ആ കണ്ണുകൾ എന്നിലാണ്. എനിക്ക് ശരീരം തളരുന്നു. ഓടിച്ചെന്ന് നെഞ്ചിൻ്റെ മുഖം പൊയ്ത്തി ഒന്നുറകെ കരയാൻ എൻ്റെ മനസ്സ് മുറവിളി കൂട്ടുന്നു. പക്ഷേ കാലുകൾ നിശ്ചലമായി പോയി. ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പക്ഷേ ആ മുഖത്തെന്തൊക്കെയോ മാറ്റങ്ങൾ കണക്കെ കുയഞ്ഞ് ആകെ ക്ഷീണിതനായ പോലെ. ആൾക്കെന്ത് പറ്റിയെന്ന് ദൈവമേ, ഒന്ന് കണ്ടിട്ട് എത്ര നാളായി. ആരാണെന്ന് പറഞ്ഞ് തരണ്ടല്ലോ കൊച്ചേ? ഹാ, ചെറിയൊരു ആക്സിഡൻറ്റ്, വേറെ കുഴപ്പമൊന്നുമില്ലെന്നേ. പൊളച്ചാനാണ്. ആക്സിഡൻറ്റോ? ഞാൻ ആ മനുഷ്യന് മൊത്തം പരതി നോക്കിയായിരുന്നു. കൈമുട്ടിൽ ചെറിയൊരു കെട്ട്. എനിക്ക് നെഞ്ച് വിങ്ങി. വയ്യ എനിക്ക്. ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ ഞാൻ ഇനി അവിടെ നിന്നാൽ ഞാൻ ഉരുക്കി തീരുമെന്ന് തോന്നി. വാ പൊത്തി ഡോർ തുറന്ന് ഞാൻ വെളിയിലേക്ക് ഓടി. ആരും എൻ്റെ കണ്ണിൽ പെടുന്നുണ്ടായിരുന്നില്ല. ആ ക്ഷീണിച്ച മുഖം മാത്രം. അത് വീണ്ടും എന്നെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. എൻ്റെ മനസ്സ് എൻ്റെ വരുതിക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പുറകെ ഓടി വരുന്ന അന്നമ്മയെ പോലും നോക്കാതെ ഫ്ലാറ്റിലേക്ക് ഓടിക്കയറി ബെഡിൽ വീണു ചങ്ക് പൊട്ടി ഞാൻ കരഞ്ഞു. പിറകെ വെപ്രാളപ്പെട്ട് ഓടി വന്ന് എൻ്റെ കരച്ചിൽ കണ്ട് അന്നമ്മയും കരയുകയായിരുന്നു. ഞാൻ അവളുടെ മടിയിൽ മുഖം പൊയ്ത്തി എൻ്റെ സങ്കടം മൊത്തവും കരഞ്ഞു തീർക്കുകയായിരുന്നു. ഒരിക്കലും തീരാവുന്ന അല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി 2-3 ദിവസം അങ്ങനെ പോയി. അന്നമ്മ കരയുന്നത് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ തൽക്കാലം എൻ്റെ കരച്ചിലൊക്കെ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒഴുക്കിവിട്ടു. പാവം ഞാൻ. കാരണം എന്തോരം വിഷമിക്കുന്നുണ്ട്. ഞാനെന്താ ഇങ്ങനെയായി പോയേ ആവോ? ഇപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം 2 ആയി. എനിക്ക് ഡേയും അവൾക്ക് നൈറ്റും.
അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് മയങ്ങി കുളിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരമ്മയും കുറേ ഉപദേശങ്ങൾ തന്ന് അന്നമ്മ പോകാൻ ഒരുങ്ങി. ഡ്രസ്സ് ഇടാൻ തുടങ്ങിയതും ദേ വീണ്ടും കോളിംഗ് ബെൽ. ഉടുത്തിരുന്ന ടവൽ മാറ്റി ഒരു നൈറ്റി എടുത്തിട്ട് തലയും തുവർത്തി ഹാളിലേക്ക് നടന്നു. ഈ പെണ്ണിനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്നും എന്തെങ്കിലും മറന്നു വെച്ചിട്ടേ പോക്കുള്ളൂ. ഡോർ തുറന്ന് കൊടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു. എൻ്റെ അന്നമ്മേ, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇന്നെന്താണാവോ മറന്നത്? മറുപടിയൊന്നും കിട്ടാതെ വന്നതും ഒന്ന് തിരിഞ്ഞു നോക്കി. ഡോറിനടുത്ത് നിൽക്കുന്ന ആളെ കണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ടവൽ താഴെ വീണുപോയി. ഉള്ളംകൈ തണുത്തു വിറച്ചു. എൻ്റെ മാതാവേ, അത് സത്യമാണോ? ആയുഷ് എന്നെ തന്നെ നോക്കി നിൽക്കുവാണ്.